KSTA പേപ്പറിൻ്റെ 4ാമത്തെ സെഷനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10 ചോദ്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് എല്ലാം, ഇതെല്ലാം നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമ്പേഴ്സ് എല്ലാം ഏതിനോടാണ് കൺവെർജ് ചെയ്യുന്നത്? ഏതിനോടാണ് ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിൽ ഏതിൻ്റെ അടുത്തേക്കാണ് കൂടുതൽ ക്ലോസർ ആൻഡ് ക്ലോസർ ടു വാട്ട് ഫ്രാക്ഷൻ? ഇതാണ് നമ്മുടെ ചോദ്യം. ഇത് ഒട്ടും പ്രയാസമില്ലാത്തൊരു ചോദ്യമാണ്. നമുക്ക് ഇങ്ങനെ വെറുതെ ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. 3/5 എന്ന് പറയുന്നത് 6/10 ആണ്. അത് 0.6 ആണ്. 33/50 എന്ന് പറയുന്നത് 66/100 ആണ്. അത് 0.66 ആണ്. ഓക്കെ, 333/500 എന്ന് പറയുന്നത് 666/1000 ആണ്. അത് 0.666 ആണ്. ഓക്കെ, നമുക്കറിയാം ഈ 6 എന്ന് കാണുമ്പോൾ നമുക്ക് ഈ ഓപ്ഷനിലേക്ക് നോക്കിയാൽ പെട്ടെന്നൊരു ഓർമ്മ വരുന്നത് ഇതാണ്. ഈ കാണുന്നത് 6/9 ആണ്. അതായത് 0.666 ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും. അതിൻ്റെ അർത്ഥം ഈ കാണുന്നതെല്ലാം ഈ 0.6666 എന്നുള്ള ആ നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അതായത് 2/3ലേക്ക് കൺവേർജ് ചെയ്യുന്നു. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊടുത്തിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ഏതായിട്ടാണ് ഈക്വലൻ്റ് ആവുന്നത്? അതിപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3/2/x ഇൻറ്റു x+2 ആയിരിക്കും വരുന്നത്. 2/x² + 2 ആണ്, 2x ആണ്. അതിപ്പോൾ 2/x² + 2x +1 - 1 എന്ന് എഴുതിയാൽ ഇതിപ്പോൾ x+1² - 1 അതിവിടെ ഓപ്ഷനിലുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടത്താം. ഒരു ക്ലാസ്സിലെ കുറേ കുട്ടികളുണ്ട്. ഗേൾസിൻ്റെ എണ്ണം ബോയ്സിൻ്റെ എണ്ണത്തേക്കാൾ 5 കൂടുതലാണ്. ഗേൾസിൻ്റെ എണ്ണം ബോയ്സിൻ്റെ എണ്ണത്തേക്കാൾ 5 കൂടുതലാണ്. 5 ബോയ്സ് ഇല്ലാതിരുന്ന ദിവസം, അപ്പോൾ ബാക്കി B-5 ബോയ്സാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഇരട്ടിയാണ് ഗേൾസിൻ്റെ എണ്ണം. ഗേൾസ് എല്ലാവരും പ്രസൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് B+5 = 2B - 10 എന്ന് എഴുതി നമുക്കിവിടെ B = 15 എന്നായി. ബോയ്സിൻ്റെ എണ്ണം 15 ആണെങ്കിൽ ഗേൾസിൻ്റെ എണ്ണം 20 ആണ്. അപ്പോൾ ബോയ്സും ഗേൾസും കൂടി ചേർന്നത് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ ക്ലാസ് ഈസ് 35. അടുത്തത് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 8 ആണ്, പെരിമീറ്റർ 18 ആണ്. അപ്പോൾ പ്രത്യേകിച്ച് കാൽക്കുലേഷനൊന്നും വേണ്ട. A+B എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ സൈഡ്സ് എയും ബിയും ആണെങ്കിൽ A+B എന്ന് പറയുന്നത് 10 ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഏരിയയാണ്. റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് A² + B² = C² എന്ന് പറഞ്ഞാൽ 8², അതായത് 64 എന്ന് എഴുതാം. നമുക്കറിയാവുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. ഇതനുസരിച്ച് A² + B² അതായത് 64 + 2 × AB എന്ന് എഴുതാം. ഓക്കെ, A+B 10 ആയതുകൊണ്ട് 100 - 64 = 2AB. ദാറ്റ് ഈസ് 2AB = 36, AB = 18. ഓക്കെ, ഹാഫ് AB അതാണല്ലോ ഏരിയ, അത് 9 ആണെന്ന് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിയും. ഇവിടെ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അതിലെ കോയിഫിഷ്യൻസ് എല്ലാം പോസിറ്റീവാണ് എന്നുള്ളതാണ്. എയും പോസിറ്റീവാണ്, എയും പോസിറ്റീവാണ്, ബിയും പോസിറ്റീവാണ്, സിയും പോസിറ്റീവാണ്. എയും ബിയും സിയും പോസിറ്റീവാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ റൂട്ട്സും കോയിഫിഷ്യൻറ്റും തമ്മിലുള്ള ബന്ധമാണ്. ഇക്വേഷൻ്റെ റൂട്ട്സും കോയിഫിഷ്യൻറ്റും തമ്മിലുള്ള ബന്ധം ഓർത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ആൻസറും കിട്ടും. റൂട്ട്സ് ആൽഫയും ബീറ്റയും ആണെങ്കിൽ α + β = -b/a, α β = c/a. എയും ബിയും സിയും പോസിറ്റീവാണെന്ന്
പക്ഷേ ആൽഫ പ്ലസ് ബീറ്റ എന്താണ് -b/a ആണ്. ഇതൊരു നെഗറ്റീവ് നമ്പറാണല്ലോ. എയും ബിയും പോസിറ്റീവാണ്. അപ്പോൾ -b/a ഈസ് എ നെഗറ്റീവ് നമ്പർ. ഇതൊരു പോസിറ്റീവ് നമ്പറാണ്. രണ്ട് നമ്പേഴ്സ് ആൽഫയും ബീറ്റയും കൂടി കൂട്ടുമ്പോൾ നെഗറ്റീവ് വരണം. ആൽഫയുടെ ബീറ്റയുടെയും പ്രോഡക്റ്റ് പോസിറ്റീവ് ആകണം. അതിൻ്റെ അർത്ഥം ആൽഫയും ബീറ്റയും നെഗറ്റീവാണ് എന്നുള്ള കാര്യം. ബോത്ത് ആർ നെഗറ്റീവ്. അടുത്തത് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആ സെൻറ്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്യണേന്ന്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ യഥാർത്ഥത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കുന്നത് ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് കിടക്കുന്നത്. അതായത് ആ വാക്കിതാണ് an exterior angle of a regular polygon is 9 times an interior angle എന്നാണ്. അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ്. an interior angle അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 9 times an outer angle എന്ന് എഴുതി മാറ്റാൻ കാരണം എന്നാൽ മാത്രമേ ആ സൈഡ്സിൻ്റെ എണ്ണം ഒരു കൗണ്ടിങ് നമ്പർ നാച്ചുറൽ നമ്പറായിട്ട് കിട്ടുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ സൈഡ്സിൻ്റെ എണ്ണം ഒരു ഡെസിമലായി പോകും. ആ ക്വസ്റ്റ്യൻ്റെ ഫ്രെയിമിങ്ങിൽ വന്നിരിക്കുന്നൊരു കറക്ഷനാണത്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കത്. അപ്പോൾ ഔട്ടർ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇന്നർ ആംഗിൾ 9x ആയിരിക്കും. ഇന്നർ ആംഗിൾ 9x ആണ്. അപ്പോൾ ഇവിടെ 9xും എക്സും കൂടി കൂട്ടിയാൽ 180 കിട്ടും. ഇവിടെ 10x = 180, x = 18. ഒരു ഔട്ടർ ആംഗിൾ 18 ആണെങ്കിൽ ഔട്ടർ ആംഗിൾ സം ഈസ് 360. Therefore number of sides is equal to 360/180, that is equal to 20 എന്ന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ്. ഒരു സ്ക്വയർ പീസിൽ നിന്നും ഒന്ന് മനസ്സിൽ കണ്ടാൽ മതിയാവും, അല്ലെങ്കിൽ ഒന്ന് വരച്ച് നോക്കാം. ഒരു സ്ക്വയർ പീസിൽ നിന്നും ഏറ്റവും വലിയ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുന്നു. പിന്നെ ആ സർക്കിളിൽ നിന്ന് ഏറ്റവും വലിയ മറ്റൊരു സ്ക്വയർ കട്ട് ചെയ്യുന്നു. എന്നാൽ എത്രയാണ് വേസ്റ്റ് ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ സ്ക്വയറിൻ്റെ സൈഡ് 2r ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ കട്ടിങ്ങിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2r സ്ക്വയർ, സ്ക്വയറിൻ്റെ ഏരിയ മൈനസ് സർക്കിളിൻ്റെ സ്ക്വയർ, ഇതാണ്. അതായത് 4r² മൈനസ് πr² എന്ന് കിട്ടും. ഇവിടുത്തെ വേസ്റ്റ് ഇതാണ്. ഇനി രണ്ടാമത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ റേഡിയസ് 6 ആയതുകൊണ്ട് ഇത് 6 ആണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഡയഗണൽ 6 ആയതുകൊണ്ട് സ്ക്വയറിൻ്റെ ഏരിയ ഡയഗണലിൻ്റെ സ്ക്വയർ ബൈ 2, ദാറ്റ് ഈസ് 4r²/2, ദാറ്റ് ഈസ് 2r² ആണ് എന്ത് സ്ക്വയറിൻ്റെ ഏരിയ. ഇനി സർക്കിളിൻ്റെ ഏരിയ നമുക്കറിയാമല്ലോ πr² ആണ്. അതിൽ നിന്ന് സ്ക്വയറിൻ്റെ ഏരിയ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് കിട്ടുന്നത് വേസ്റ്റ് ആയ ഭാഗമാണ് ഈ കിട്ടുന്നത്. ഇതും വേസ്റ്റാണ്. അപ്പോൾ ടോട്ടൽ വേസ്റ്റ് എത്രയാണ്? 4r² മൈനസ് πr², πr² മൈനസ് 2r² എന്താ πr² മൈനസ് 2r². ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വേസ്റ്റ് ആവുന്നത് 2r², ടോട്ടൽ 4r². വെട്ടിക്കളയുമ്പോൾ നമുക്ക് പകുതിയോളമാണ് ഹാഫ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ, അതാണ് വേസ്റ്റ് ആവുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഹാഫ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ ആണ് വേസ്റ്റ് ആവുന്നത്. ഇനി നമുക്ക് വ്യക്തമായിട്ടുണ്ടാവും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ പാരലോഗ്രമിൻ്റെ പെരിമീറ്ററാണ് വേണ്ടത്. പാരലോഗ്രമിൻ്റെ ഏരിയ സൈഡ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ സൈഡ് 6 ആയിട്ട് എടുത്താൽ ഹൈറ്റ് ഈ കാണുന്നതാണല്ലോ, അകലം അതിപ്പോൾ 2 ആണ്. അതായത് ഏരിയ. ഇനി ഇത് സൈഡായിട്ട് എടുത്താൽ
ആ സൈഡിൻ്റെ നീളം എക്സ് ആണ്, ഏരിയ തമ്മിലുള്ള അകലം ഇതാണല്ലോ. പാരലൽ സൈഡ്സ് ഇതുമാണെങ്കിൽ പാരലൽ സൈഡ്സ് തമ്മിലുള്ള അകലം എവിടെ കാണാം നമുക്ക്? പാരലൽ സൈഡ്സ് തമ്മിലുള്ള അകലം ഇവിടെയാണല്ലോ വരുന്നത്. ഇത് രണ്ടും പാരലൽ സൈഡ്സ് ആണ്, ഇവ തമ്മിലുള്ള അകലം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അവിടെ 3 ആണ്. അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 4 12/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ പാരലോഗ്രാമിൻ്റെ സൈഡ്സ് ഒരെണ്ണം 6ഉം ഒരെണ്ണം 4ഉം ആണെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 എന്ന് കിട്ടും. ഓക്കെ, 20 എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 6 ആണ്. ഈ കാണുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 6 ആണ്. ഡയഗണൽ വരച്ചു. ഡയഗണൽ വരച്ചപ്പോഴേക്കും ഇവിടെയുള്ള ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 3 ആണ്. ആ 3ൻ്റെ ഇരട്ടിയാണല്ലോ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അതായത് എഗെയിൻ 6 എന്ന് തന്നെ കിട്ടും നമുക്ക്. അടുത്ത ഓരോ മിനിറ്റ് 30 സെക്കൻഡ് പോലും ആവശ്യമില്ല ഓരോ ചോദ്യങ്ങളും ചെയ്യാനായിട്ട്. നമുക്ക് അത്രയും പാഠപുസ്തകവുമായിട്ട് ബന്ധമുള്ള ചോദ്യങ്ങളാണ് ഇത്. 10ാമത്തെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടെത്താം നമുക്ക്. ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയയാണ് നമുക്ക് വേണ്ടത് ശരിക്കും. ഇതിൻ്റെ റേഡിയസ് 1. ഇപ്പം ഇതൊരു സെമി സർക്കിള്, ഇതൊരു സെമി സർക്കിള്. ഈ 2 സെമി ഇപ്പം ഇതൊക്കെ നമുക്ക് 1 2 3 4 എന്ന് പേര് കൊടുക്കാം നമുക്ക് ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്ത്. അപ്പോൾ ഈ കണ്ടോ, ഈ സെമി സർക്കിളും 2 സെമി സർക്കിൾ അപ്പുറം ഇങ്ങനെ ഫേസ് തിരിഞ്ഞിരിക്കുന്ന ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഉള്ള 2 സെമി സർക്കിളുകളുടെ ഏരിയ കൂട്ടുമ്പോൾ കിട്ടുന്നത് πr² ആണ് അല്ലേ? ആ സർക്കിളിൻ്റെ സ്ക്വയറിൻ്റെ മൊത്തത്തിലെ ഏരിയ 2² ആണ്. അപ്പോൾ 2² എന്ന് പറയുന്ന 4ൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെയുമുള്ള ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയയാണ്. തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ മുകളിലും താഴെയുമുള്ള 2 എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന മറ്റൊരു 4πr² ഉണ്ട്. അവിടെയും കിട്ടുന്നത് ഈ 4ൻ്റെയും 2ൻ്റെയും ഏരിയയാണ്. അങ്ങനെയാണെങ്കിൽ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ എത്രയായിരിക്കും? 8 - 2π. 6 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണല്ലോ അല്ലേ? 6 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ 4 - π, ഇവിടെയും 4 - π ആണ്. അങ്ങനെയാണെങ്കിൽ 8 - 2π എന്ന് പറയുന്നതാണ് ആ ഷെയ്ഡഡ് പാർട്ടിൻ്റെ. മുകളിലേക്കും താഴേക്കും ഇരിക്കുന്ന സെമി സർക്കിൾ അത് ഡിസ്ജോയിൻ്റ് ആണ് ശരിക്കും. മുകളിലേക്ക് ഇരിക്കുന്ന സെമി സർക്കിളും താഴേക്ക്. അപ്പോൾ അതിൻ്റെ 2ൻ്റെ ഏരിയ കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന പൈ, സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് ആ പൈ കുറച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള സെമി സർക്കിൾ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ കിട്ടും. ഇത് തന്നെയാണ് തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലും താഴത്തുള്ള സെമി സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ അതിൽ നിന്ന് അഡീഷനിൽ നിന്നാണ് 8 - 2π. കാൽക്കുലേഷൻ ഇല്ലാതെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഓക്കെ, ഇത്രയുള്ള കാര്യം.